ഇക്രു ഇക്രു ഹായ് എന്തിനാ ഇക്രുന്റെ വീട് കാണാനി ഏമാനെ നോക്കടാ ഇക്രുന്റെ വീട്ടിൽ എന്തോരം മത്സ്യങ്ങളാ ഇക്രു ഇക്രു ഹായ് ആന്റി സൽമാനാണോ വന്നത് ഇക്രു നിന്റെ വീട് മൊത്തം മത്സ്യമാണല്ലോ ഇതിൽ രണ്ട് മീനിനെ ഞങ്ങൾക്ക് പിടിച്ചു തരുമോ ആന്റി നിങ്ങൾ ഇരിക്കാന്റി ഞാൻ റെഡി ആയിട്ട് വരാം സൽമാനെ ഇരിക്കട ഞാൻ വരാം സുലൈമാനെ നീ വന്ന് ഇരുന്ന് നോക്ക് എന്ത് രസമായി സോഫയിൽ ഇരിക്കാൻ ഈ ആന്റിന്റെ ഒരു കാര്യം ആന്റി എന്റെ സോഫ ഒന്നും കണ്ടിട്ടില്ലേ നീ പോയി ഇരിക്കട ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം പൊഞ്ഞു പോകുന്നുണ്ട് കുട്ടിക്ക് നല്ല ചുമ ഇരിക്കാൻ ആന്റി വേറെ വീട്ടിൽ വരുമ്പോ കുറച്ചെല്ലാം മാനേഴ്സ് നോക്കണേ അതെന്താ സാധനം ഈ ജന്തുവിന് അതും അറിയില്ല അതെന്താടാ മാനേഴ്സ് പറഞ്ഞ സാധനം ഞങ്ങൾക്കറിയില്ലല്ലോ നിനക്ക് എന്തെന്നാ അറിയാ മൂന്ന് നേരെ വെട്ടി വെട്ടി വീങ്ങാനറി വേറൊന്നും അറിയില്ലല്ലോ നിന്റെ ബാപ്പ കോയൊക്കെ കൊടുത്തിട്ടല്ലടാ ഞാൻ വെട്ടി വെട്ടി വീങ്ങുന്നത് എന്റെ മാപ്പിള സുലൈമാനൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വീങ്ങുന്നത് ഓ അല്ലേ എന്റെ ബാപ്പാനെ വിളിക്കുന്ന സുലൈമാനെ എന്നാൽ എന്താ മാനേഴ്സ് പറഞ്ഞ സാധനം അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഈ കള്ളനെ കൊണ്ട് തോറ്റു എടാ പറഞ്ഞു താടാ ആന്റിക്ക് അറിയാത്തോണ്ടല്ലേ ചോദിക്കുന്നേ ആന്റി മാനേഴ്സ് എന്ന് പറഞ്ഞാൽ മര്യാദ ഓ അതായിരുന്നോ നിങ്ങൾ എന്താ വിചാരിച്ചേ ഞാൻ അത് എന്തെങ്കിലും ഉരുണ്ടിട്ട് ഉരുട്ടിട്ട് തിന്നാനുള്ളതെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് അതൊറ്റ ചിന്ത ഉള്ളൂ എപ്പോഴും തിന്നണോ 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 എന്നുള്ളൊരു ചിന്ത ഈ പോടെ സുലൈമാനെ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നോ നീ സുലൈമാൻ നിങ്ങളെ മാപ്പിള എന്റെ പേര് സൽമാൻ എന്നാണ് ഓ ഒരു ദുൽഖർ സൽമാൻ മമ്മൂക്ക കാണണ്ട വെടിവെച്ച് കൊല്ലും നിന്നെ ഇതിനെല്ലാം കൂട്ടിട്ട് വന്നതല്ലേ ഞാൻ എന്നെ പറഞ്ഞാ മതി എന്താടാ കുഞ്ഞാമിത്താക്ക് ഒരു കുഴപ്പോ ഒരു കുഴപ്പമില്ല ഓന് മര്യാദ പഠിപ്പിക്കാൻ വന്നു മാനേഴ്സ് അത്ര മാനേഴ്സ് മാനേഴ്സ് പറഞ്ഞ ഉരുട്ടിട്ട് തിന്നനെ വിചാരിച്ചിട്ടല്ല ഇക്രോ ഇക്രോ അതല്ല കുഞ്ഞാമിത്ത നിങ്ങൾ സ്കൂളിലേക്ക് വന്നിട്ട് എന്തെന്നാ പറയാ ഓ അതെന്നടാ അത്രയും ആളെ മുന്നിൽ ഞാൻ എന്തെന്നാ പറയാ നിങ്ങൾ മാനേഴ്സ് കീപ്പ് ചെയ്തിട്ടേ സംസാരിക്കണം നിങ്ങൾ ഈ വലിയ കോമഡി എന്ന് അവിടെ പറഞ്ഞൂടെ തുടങ്ങിയല്ലോ എന്റെ മാനേഴ്സ് ആന്റി അതല്ല ഞാൻ പറഞ്ഞു തരുന്ന ശ്രദ്ധിക്ക് ആടാ നീ പറയടാ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോഴേ കുറച്ചെല്ലാം മര്യാദ പാലിച്ചിട്ട് നല്ലോണം സംസാരിക്കണം അതെങ്ങനെയാടാ ഇത്ര നേരം അതെന്നല്ല പറഞ്ഞ കുഞ്ഞാമിത്ത മാനേഴ്സ് കീപ്പ് ചെയ്തിട്ട് സംസാരിക്കണോന്ന് ആടെ സുലൈമാനെ അതെങ്ങനെ സംസാരിക്കാ നീ ഒന്ന് പറഞ്ഞുകൊണ്ടാ സംസാരിക്കുമ്പോഴേ നിങ്ങളെ ഈ വലിയ കോമഡി അവിടെ പോയി സംസാരിച്ചൂടെ പിന്നെത്താപ്പ ഞാൻ സംസാരിക്കണ്ടേ നിങ്ങളെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് ഇട്ടിട്ട് സംസാരിക്കണം ഇംഗ്ലീഷോ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ എനിക്ക് അതിനല്ലേ ഞാൻ പറഞ്ഞു തരാം ഞാൻ എന്തെന്നാ ഫസ്റ്റ് പോയി ഇംഗ്ലീഷിൽ സംസാരിക്കണ്ടേ എല്ലാവർക്കും ഫസ്റ്റ് നമസ്കാരം പറയണം എന്നിട്ട് ഇന്നലെ തെരുവ് നായ്ക്കളെ വായിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തിയതിന് നിങ്ങൾ എന്നെ അനുമോദിക്കാൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം എന്ന് പറയണം പിന്നെ പിന്നെ അതിനല്ല ഇംഗ്ലീഷ് എവിടെ അതാണല്ലോ എനിക്കറിയാത്തേ സുലൈമാൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ എന്നിട്ട് കുഞ്ഞാമിത്താനെ പഠിപ്പിക്കാൻ വന്നിന് അങ്ങനെ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണമെന്നില്ല നിങ്ങൾക്ക് അറിയുന്ന വേറെ ഏതെങ്കിലും ഭാഷയിൽ സംസാരിച്ചോ ഇംഗ്ലീഷ് അല്ലാതെ അതേത് ഭാഷ ഹിന്ദി അറിഞ്ഞൂടെ ഹിന്ദിയിൽ സംസാരിക്കണ്ടേ പിന്നല്ലാണ്ട് ഹിന്ദി പിന്നെ മലയാളത്തിലാ സംസാരിക്കണേ എനിക്കറിഞ്ഞൂടാ പിന്നെ ഏത് ഭാഷ നിങ്ങൾക്കറിയാ അറബി അറിയോ അത് കുഞ്ഞാമിക്കറിയാം അറബി എളുപ്പല്ലേ നോക്കട്ടെ അറബിയിലൊന്ന് സംസാരിക്ക് അതല്ല എന്റെ എളുപ്പമായി കുഞ്ഞാമിക്ക് പറഞ്ഞോടിയൊന്ന് ചൂടുള്ള ഭക്ഷണം വായിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ആയിരിക്കും അറബി സംസാരിക്കാം അതെങ്ങനെ ഇത് പറയാ ഇത് വിളിച്ച് ഇതല്ല എന്ത് അറബിയിൽ എന്തെങ്കിലും ചോദിക്കാൻ എനിക്കറിയാൻ നോക്കട്ടെ ചായ കുടിച്ചോ ചായ അതെനിക്കറിയാം ചായ കുടിച്ചോന്നിരിക്കും ചായ കുടിച്ചോന്നല്ലേ സുലൈമാൻക്ക് അറബി അറിയോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചായ കുടിച്ചോന്ന് അപ്പൊ എനിക്കും അറബി അറിയാലോ ഇന്നത്തെ അനുമോദന സ്പീച്ചിൽ ഞാനൊരു മുടി വിളിക്കും അത് കാണാം അല്ലടാ ഞാൻ അറബിയിൽ ഒരു പാട്ട് പാടിയാലോ നിങ്ങൾക്ക് അറബി പാട്ടെല്ലാം അറിയോ അറിയാതെ നമുക്ക് പോയാലോ എടാ ഇക്രോ ഇന്ന് ആന്റി സ്കൂളിൽ അറബി പാട്ട് പാടും പോലും കൊള്ളാലോ ആന്റിക്ക് അറബി അറിയോ നിങ്ങൾ എനിക്കാണല്ലോ കാര്യം പറഞ്ഞു കൊടുക്കി അറബി അറിയാതെ പിന്നെ ഇന്ന് സ്കൂളിൽ അറബി ഗാനമാണ് ഞാൻ പാടുന്നത് അത് വിളിക്കും ഇപ്പൊ തന്നെ നേരം കുറെ വൈകി നമുക്ക് പെട്ടെന്ന് സ്കൂളിലേക്ക് പോവാം അത് ഇറങ്ങാൻ തുടങ്ങിയോ നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് പോയിക്കോളി സൽമാനി ജ്യൂസ് ഇടാ ഇതെന്തൊരു തള്ളയാണ് അനുമൊഴിയൊന്നും കണ്ടിട്ടില്ലേ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉള്ള ജ്യൂസ് സുലൈമാനെ നീ കുടിച്ചോ നിനക്ക് വേണ്ടേ സൽമാനെ ജ്യൂസ് കുടിച്ചോ വേണ്ട ആന്റി ഞാൻ ഇപ്പൊ നാഷ്ടാക്കിട്ട് വന്നതാ എനിക്ക് വേണ്ട താങ്ക് യു അതെന്താടാ സുലൈമാനെ എനിക്ക് ജ്യൂസ് വേണ്ടാത്തെ അതാണ് മാനേഴ്സ് പഠിച്ച റബ്ബേ മാനേഴ്സ് കൊണ്ട് വന്നല്ലോ വീണ്ടും ആരെങ്കിലും കുടിക്കാൻ ഒരു തുള്ളി വെള്ളം തരുമ്പോ കുടിക്കാതെ അവന് മാനേഴ്സ് നോക്കിട്ടിരിക്കുന്ന ഇന്നും നിങ്ങളോട് പറഞ്ഞത് കാര്യമില്ല ആടെ നിന്ന് ഇരിക്കാതെ പെട്ടെന്ന് വരി ടൈം ആയി നിൽക്കാൻ തന്നെ പൊട്ടൻ ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്തിട്ട് മാനേഴ്സും പറഞ്ഞിട്ട് കുടിക്കാതെ ഇരുന്നു പൊട്ടൻ നിങ്ങളെ മാപ്പിള സുലൈമാനി നടക്കട ചേർക്കാൻ മിണ്ടാതെ കിട്ടിയ
ജ്യൂസും കുടിക്കാതെ ചലക്കുന്നവന്. ഇതെന്തൊരു സാധനം? ഈ പെട്ടെന്ന് വരികയോ, സമയം ഒരുപാട് വൈകി. അടുക്കള സുലൈമാനെ വേഗം. സുലൈമാനല്ല, എന്റെ പേര് സൽമാൻ എന്നാ. ദുൽഖർ സൽമാൻ എന്ന് വേഗം നടന്ന. എന്നാലും കുഞ്ഞാമിക്ക, നിങ്ങൾ അറബി പാട്ട് പാടിയില്ലല്ലോ. കുഞ്ഞാമിക്ക, പാട്ടൊന്ന് പാടി. അതൊന്നും ഇപ്പം പാടൂല, സ്റ്റേജിലെ പാടുള്ളൂ. നിങ്ങള് പാടിയ തന്നെ പാട്ട് പാടിയാല് അറിയെങ്കിൽ ഏതാ പാട്ടെന്ന് പറയും. അതൊന്നും ഇപ്പം പറയില്ല, സ്റ്റേജിൽ കേട്ടോളി. ഞാൻ സ്കൂളിൽ പോകുമ്പോ ഒരുപാട് പാട്ട് പാടിയതാ. കുഞ്ഞാമിക്ക, നിങ്ങൾ എത്രാം ക്ലാസ് വരെ പഠിച്ചു? എന്താ മിണ്ടാത്തെ, സ്കൂളിൽ പോയിട്ടില്ലേ? എന്ത് വർത്താനോ കുഞ്ഞാമിക്ക, നിങ്ങൾ അങ്ങനെ വിചാരിച്ചിന്? ഞങ്ങളൊന്നും വിചാരിച്ചിട്ടില്ല കുഞ്ഞാമിക്ക. നിങ്ങൾ എത്രാം ക്ലാസ് വരെ പോയി അത് പറ. 1ാം ക്ലാസ്. എന്തിനാടാ കുരിപ്പനിച്ചിരിക്കുന്നേ? പിന്നെ നിങ്ങൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞത്? 1ാം ക്ലാസ്സിൽ തന്നെ 10 കൊല്ലം ഇരുന്നത്. ഇയാളോടാണ് മാനേഴ്സിന്റെ കഥ പറയുന്നേന്. മനസ്സിനെ പറ്റിയിട്ടല്ലേ നമുക്ക് അറിയാടാ. മനസ്സല്ല തള്ളേ, മാനേഴ്സ്. എന്തെങ്കിലും ആവട്ടെ, ഇതൊരു കുന്തം വന്നപ്പം തുടങ്ങി ഓനൊരു മനസ്സ്. ഇവിടെ ആരും കാണാനില്ലല്ലോ. സ്കൂളിൽ ഫംഗ്ഷൻ വെച്ചിട്ട് സ്കൂളിൽ ആരും കാണാനില്ല. ഒരുപാട് വൈകി, നീ റെഡി ആവാനും ഒരുപാട് സമയം എടുത്തു. എല്ലാരും ഫംഗ്ഷൻ ഹാളിലുണ്ടാവും, ഞാൻ പോയി നോക്കാം. കുഞ്ഞാമിക്ക, ഞാൻ പറഞ്ഞു തന്നത് ഓർമ്മ ഉണ്ടല്ലോ? എന്ത്? ഒരാൾ വെള്ളം കുടിക്കാൻ തരുമ്പോ മാനേഴ്സ് ഇപ്പൊ ചെയ്തിട്ട് ജ്യൂസും വെള്ളം കുടിക്കാതെ വന്നതോ? അതല്ലടാ കുരിപ്പേ, നീ മനസ്സ് പറഞ്ഞിട്ട് ജ്യൂസും വെള്ളം കുടിക്കാതെ വന്നല്ലോ, അത് ഓർത്തിട്ട് ചിരി വന്നതാ. നിങ്ങളെ മാനേഴ്സ് ഈ നാട്ടുകാർ മൊത്തം കാണും. അല്ലെങ്കിലും കുഞ്ഞാമിക്ക, നിങ്ങൾ ഈ വളിച്ച വർത്താനൊന്നും സ്റ്റേജിൽ പോയി പറയല്ലേ. ഇക്രു, ഇജ്ജും തുടങ്ങിയാ? കുഞ്ഞാമിക്ക എന്താന്ന് ഇന്ന് നിങ്ങൾ അറിയും. നിങ്ങളെ പേര് അനൗൺസ് ചെയ്യുമ്പോ വേഗത്തണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളെ തെരുവുനായ്ക്കൾ ആക്രമിക്കുമ്പോൾ അന്ന് അവിടെ രക്ഷിക്കാൻ എത്തിയ കുഞ്ഞാമിത്തയെ ഇന്ന് അനുമോദിക്കുകയാണ്. കുഞ്ഞാമിത്ത, കം ഓൺ ദ സ്റ്റേജ്. കുഞ്ഞാമിത്ത, നിങ്ങൾ ചെയ്തത് വലിയ കാര്യമാണ്. നിങ്ങളോട് നമ്മുടെ സ്കൂളിന്റെ വക എല്ലാവരും താങ്ക്സ്ഫുൾ ആയിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി 2 വാക്ക്. ഇതാ കുഞ്ഞാമിത്ത, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണം. ഈ ആന്റി ഇത് കൊളാക്കും. അറബികാരല്ല, ഇന്ന് ആന്റി ഇവിടെ എല്ലാത്തിനും ചിരിപ്പിച്ചു കൊല്ലും. Good morning, respected principal and teachers, parents and my dear friends and all students. English. Get. Today I am here to share my views about importance of health. Ikru, auntie എന്തെന്നാ പറയുന്നേ? ഇംഗ്ലീഷ്. ഹിന്ദിയിൽ സംസാരിക്കണ്ടേന്ന് ചോദിച്ച ആന്റി ഇംഗ്ലീഷ് സംസാരിക്കുന്ന. നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലോ, മലയാളത്തിൽ സംസാരിക്കണം. ഒന്നായിക്കോട്ടെ, എല്ലാവരും ഇഷ്ടപ്രകാരം ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. അന്ന് എന്റെ കുട്ടിക്കാലവും ഇന്ന് നിങ്ങളുടെ കുട്ടിക്കാലത്തിലുള്ള വ്യത്യാസം അത് ഈ കുഞ്ഞാമിക്ക പറഞ്ഞുതരാം. അന്ന് ഒറ്റ മുറിയിലുള്ള വീട്ടിൽ 5-10 പേര് ഒരുമിച്ച് താമസിക്കുമായിരുന്നു. ഇന്ന് 5-10 മുറിയുള്ള വീട്ടിൽ 2 പേര് മാത്രം താമസിക്കുന്നു. അന്ന് 1000 പേരെ സഹായിച്ചവരെ ആരും അറിയാതെ പോവും. ഇന്ന് ഒരാളെ സഹായിച്ചവരെ 1000 പേര് അറിയുന്നു. അന്ന് അരച്ചാണ് വയറിന് വേണ്ടി നമ്മൾ കിലോമീറ്ററുകളോളം നടന്ന് ജോലി ചെയ്യുന്നു. ഇന്ന് ഒരു ചാണ് വയറ് കുറക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം നടക്കുന്നു. അന്ന് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഇന്ന് ഭക്ഷണം കഴിക്കാനായി നമ്മൾ ജീവിക്കുന്നു. അന്ന് വീട്ടിനകത്ത് ഭക്ഷണം കഴിച്ച് പുറത്ത് ടോയ്ലറ്റിൽ പോകുന്നു. ഇന്ന് പുറത്ത് ഭക്ഷണം കഴിച്ച് അകത്ത് ടോയ്ലറ്റിൽ പോകുന്നു. അന്ന് മാനം മറക്കാനായി നമ്മൾ വസ്ത്രം ധരിക്കുന്നു. ഇന്ന് മാനം തുറന്നു കാട്ടാനായി വസ്ത്രം ധരിക്കുന്നു. അന്ന് അധ്യാപകരുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ കുട്ടികൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ അധ്യാപകർ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള കാലത്താണ് നമ്മളുടെ മക്കൾ വളരുന്നത്. മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ ഉൾക്കൊണ്ട് കുട്ടികൾ നന്നായി പഠിക്കുക, നന്നായി ജീവിക്കുക. അപ്പോൾ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് നമ്മുടെ ആന്റി തന്നെയാടാ? അറിയില്ലടാ. ആന്റി, ഒരു അറബി ഗാനം കൂടി പാടണം. അറബി പാട്ടോ? ആയിക്കോട്ടെ, കുഞ്ഞാമിത്ത അറബി പാട്ട് കൂടി പാടാം. യാ മൻ സല്ലൈത ബികുല്ലിൽ അൻബിയാ യാ
പിന്നിട്ട വഴികൾ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞ അർത്ഥവത്തായ വരികൾ കുഞ്ഞാമിത്ത പറഞ്ഞു തന്നു. അവർക്ക് വേണ്ടി നല്ലൊരു കയ്യടി. താങ്ക് യു.